തൃശൂർ പൂര വിളംബര ചടങ്ങിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവനാണ്, എറണാകുളം ശിവകുമാർ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവനാണ് തെക്കേ ഗോപുരനട തുറന്ന് പൂര വിളംബരം നടത്തുന്നത്. കേരളത്തിലെ ലക്ഷണമൊത്ത നാട്ടാനകളിൽ ഏറ്റവും മുമ്പിലുള്ളവനാണ് ഇവൻ. എന്താണ് ചേട്ടാ, എങ്ങനെ ക്ഷീണത്തിലാണോ? അപ്പൊ ഈ നടന്നു വന്നിട്ടുള്ളതിന്റെ ഒരു ക്ഷീണല്ലേ, പക്ഷെ ഇന്ന് സാധാരണത്തെ അത്ര ഇല്ല. കാരണം അല്ല, അന്നത്തെ അന്തരീക്ഷം അങ്ങനെയാ പോണ്ടേ, അന്ന് അത്ര പ്രശ്നമില്ല. സാധാരണ ഈ സമയമാകുമ്പോഴേക്കൊക്കെ വെയിലുണ്ട്, എല്ലാവരും ആൾക്കാരും എല്ലാവരും വട്ടം തരും. ഇതുപോലെ അങ്ങനെ അത്ര ഇതുണ്ടായില്ല, നല്ലൊരു കാലാവസ്ഥയല്ലായിരുന്നു. പക്ഷെ ആദ്യം കണ്ടപ്പോ വിചാരിച്ചൊക്കെ ഇതായി എന്നാണ്, പക്ഷെ അതൊക്കെ അവിടുന്ന് ഇറങ്ങിയപ്പോ നല്ലൊരിതായി. ഇത്തവണ ഓരോ തവണയും പൂരവിളംബരത്തിന് ആളുകളുടെ ആരാധകരുടെ എണ്ണം കൂടി വരികയാണ്. രാമനാനയുടെ ആരാധകരുണ്ട്, പക്ഷെ ശിവന്റെ ആരാധകർ ഒരുപാട് പേര് വന്ന് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇത് ആൾക്കാർക്ക് ഇപ്പൊ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നടതുറക്കൽ മുതൽ ഇവിടെ ഫുള്ള് തിരക്കായി. എന്താ അവർക്ക് ഇനിയിപ്പോ ഏതായാലും എന്തായാലും ഇവിടെ ഫുള്ള് ആൾക്കാരാവണ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പത് നല്ല തിരക്കിലായിരുന്നു. സന്തോഷമാണ് ഇതില്. നീതിലക്കാവിന്റെ തന്നെ എഴുന്നള്ളത്തിന് നാളെ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നു. മുഴുവൻ സമയം ഉണ്ടാവില്ല, അവിടുന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് കോലം മാറിയിട്ട് പിന്നെ വേറെ ഏതോ ആനയാണ്, കുഞ്ചാന അങ്ങനെ ഏതോട്ടെയാണ് തോന്നുന്നത്. സന്തോഷേട്ടാ, ഇവന്റെ ഒരു കഥ ഞാൻ കേട്ടു. പണ്ട് ഗുരുവായൂർക്ക് കൊണ്ടുവന്ന ആനേനെ എറണാകുളത്ത് ഉപ്പന്റെ അവിടെ നടക്കരുത്തേണ്ടി വന്നു. ഞാനും അങ്ങനെ തന്നെ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ ഓടി നടന്നിരുന്ന ആനക്കുട്ടിയെന്ന് പറയണു. അന്നും നമുക്ക് അത്ര ബന്ധങ്ങളില്ല. അപ്പോ അതിനുശേഷമാണ് അവിടെ ആന കയറ്റിക്കൊണ്ടുപോകാൻ നോക്കി പറ്റിയില്ല, അങ്ങനെ പ്രശ്നം വെച്ചു. അപ്പൊ ഗുരുവായൂർക്കുള്ള ആനക്കുട്ടിയാന്ന്, അല്ല എറണാകുളത്തപ്പനുള്ള ആനക്കുട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടയിരുത്തി എന്നാണ് പറയുന്നത് കേട്ടാ. അങ്ങനെയാണ് എറണാകുളം ശിവകുമാറായ. വടക്കാന്റെ പറമ്പിലുണ്ടാവും. കാര്യം എറണാകുളത്തപ്പന്റെ മുതലാണെങ്കിലും വളർത്തച്ഛനായ വടക്കുന്നാഥന്റെ അടുത്താണ് ആന. അതെ. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവം. ഏത് സമയത്തും നമുക്ക് കയറി ചെല്ലാം. പുറമെയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹ. ഒരു വട്ടം തിന്നാൻ കൊടുത്താൽ നന്ദി കാണിക്കാന്ന് പറയില്ലേ, അതിങ്ങനെ അവന്റെ ഭാഗത്തുള്ളതാ. എനിക്ക് നീരുകാലത്തായാലും തറി വൃത്തിയാക്കാം, കയറി ചെല്ലാം, നമുക്കൊരു കുഴപ്പമില്ല. സ്വഭാവിയാണ്. ഓ പക്ക. ഇനി അല്ലാണ്ട് വേറെ അല്ലറ കുറുമ്പ് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണ പരിപാടിയൊന്നുമില്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആൾക്ക് ചില നേരത്ത്, ഈ കാക്ക കൊക്ക അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അല്ലാണ്ട് കാക്കയൊക്കെ തറിയിൽ വന്നിരുന്ന ചിലപ്പോൾ ആളൊന്ന് അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ശിവന്റെ പ്രത്യേകത എന്ന് പറയണേ. അങ്ങനെ സാധനങ്ങളോടാ പേടി. പിന്നെ പെട്ടെന്ന് ബാക്കി കൂടെ വല്ലതും ഇതൊക്കെ വരണണ്ട് കഴിഞ്ഞാൽ, വല്ല പശു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരണണ്ട് കഴിഞ്ഞാൽ ആൾക്കൊരു ചെറിയൊരു ഇത്. അല്ലാണ്ട് വേറൊന്നും ഒരു കുഴപ്പമില്ല. ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. വടി ഞാൻ 365 ദിവസം 24 മണിക്കൂറുള്ള ആളാ. ഇവന്മാരും തല്ലണം ഞാൻ കണ്ടില്ലേ, സുരേഷ് ഏട്ടനായാലും രാജനായാലും. നോക്കിയാ മതി. ഇപ്പൊ നീരിന്ന് കഴിക്കുമ്പോ തല്ലി കഴിക്കാന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ. ശിവനാൻ ഇന്ന വരെ ഞാൻ തല്ലി കഴിക്കാൻ കണ്ടിട്ടില്ലേ. ഏറ്റവും ലക്ഷണമൊത്ത നാട്ടാനകളിൽ ഒരുത്തനും കൂടിയാണ്. അതെ. അല്ല, ഉയരം, വായുകുംഭം, കൊമ്പ്. ഇതിന് ഏറ്റവും പ്രത്യേകത ഈ കൊമ്പ് ചാട്ടാണ് ശിവനാനുടെ. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഞാൻ എന്റെ അറിവില്ലായ്മ ആവാട്ടെ, ചിലപ്പോ എനിക്ക് അറിയാത്തതുകൊണ്ടാവും. ഇവരോടൊക്കെ ചോദിച്ചു, ഇവരൊക്കെയാണ് ആനകളുടെ മെയിൻ ആൾക്കാരാ. ഈ പോയ കൊമ്പ് വന്നിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ശിവനാന മാത്രമേ ഉള്ളൂ തോന്നുന്നു. വേറെ ആനകളൊന്നും ഇപ്പൊ നിലവിലെ കേരളത്തില് പോയിട്ടുള്ള കൊമ്പ് തിരിച്ചാന വന്നിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ ആരെയും അറിവിലില്ല. ഇതിന് ഒരു ഏകദേശം പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൊമ്പ് ചാടി വന്നിട്ടുള്ള ഒരു ആനയാണ്. വേറൊരു ആനകൾക്കും പോയി കഴിഞ്ഞാൽ കൊമ്പ് ഫുള്ളായിട്ട് പോകും. കൊമ്പ് പണ്ടെന്തോ അബദ്ധത്തിൽ പോയിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. മിനിക്കല്ലോ നമ്മള് അങ്ങനെ കൊമ്പ് ചെത്തി മിനിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ തറിയിൽ ഇങ്ങനെ തിന്നാൻ നിൽക്കുമ്പോ ഈ തെങ്ങ്, തല, പട്ട അങ്ങനെ സാധനങ്ങളൊക്കെ അതങ്ങനെ കുത്തണ നേരത്തെ എന്തോ ആര് കയറി അത് പഴുത്തു. അങ്ങനെ കൊഴിഞ്ഞ് ഒരു നീർക്കാലത്താണ് കൊഴിഞ്ഞ് തറിയിൽ വീണാണ്. മുളച്ചു. അതാണ് ശിവനാനയുടെ ഒരു പ്രത്യേകത. അതായത് ദക്ഷിണ കൈലാസനാഥൻ, അതായത് പ്രത്യക്ഷ ഗണപതി എന്ന് പറയണത് തന്നെ ശിവനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യക്ഷ ഗണപതിയാണ് റെഡിക്ക്. ഞാൻ കാണുമ്പോഴേ ആരാധകർ ഒരുപാട് പേരുണ്ട്. അല്ല, ഈ ശിവനാനോട് പ്രത്യേകത നമ്മളിപ്പോ എന്റെ ഒരു അനുഭവം പറയാട്ടോ. ഞാനൊക്കെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരാതെ പോവില്ല. ശിവനാനെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തപ്പനെ കാണുന്ന പോലെ. അതൊരു എന്റെ ഒരു അനുഭവമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എനിക്കറിയില്ല. ശിവനാന അങ്ങനത്തെ അത്രയും ഇതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ജോലിയൊക്കെ കിട്ടാൻ തന്നെ കാരണം ദിവസത്തിൽ ശിവനാനെയാന്ന് തോന്നുന്നു. നമ്മളിവിടെ ഏതായാലും ഫുൾ ടൈം. എന്താണ് ശിവനാന ഇത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ശിവനാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടവരെ ഒരിക്കലും ശിവനാന പിന്നെ എത്ര കൂട്ടത്തിൽ കണ്ടാലും മറക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ശാന്ത സ്വഭാവം,
മറ്റുള്ള ആനകളിൽ നിന്ന് വിട്ടിട്ട് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാനുള്ളത്. ഏത് സമയത്തും ഇപ്പൊ സുരേഷേട്ടനായാലും മറ്റുള്ളവരുടെ കൂടെ അതിന്റെ കൊമ്പ് ഫിറ്റ് ചെയ്യാനായാലും എന്ത് കാര്യങ്ങൾക്കും നമ്മൾ വന്ന ആനയ്ക്ക് പരിചയമുള്ള ഒരാള് കൂടെ ഉണ്ടായാൽ മതി. അവർക്ക് ആ കാര്യങ്ങൾ അവരെ ഒപ്പം നിന്ന് ചെയ്യാനുള്ളൊരു അവകാശം തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ശിവകുമാറിന്റെ പ്രത്യേകത. ഈ തലയെക്കെട്ടൊക്കെ കെട്ടി ഇറങ്ങുമ്പോൾ വേറൊരു ഭംഗിയാണ്. അതെ 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 നാടനാന അതിന്റെ ഒരു ഭംഗിയൊന്നും വേറെയാണല്ലോ. ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാവുകയാണ് ശിവനാന എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയുള്ള ഒരു ഭാഗ്യമാണ് ഇപ്രാവശ്യം 5, 6, 7 തീയതികളിൽ എഴുന്നള്ളിക്കാൻ പറ്റിയെന്നുള്ളത്. 3 ദിവസമുണ്ട്. കാരണം സാധാരണ എന്താ വെച്ചാൽ നട തുറപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഉപചാരം ചൊല്ലുന്ന ചടങ്ങിലാണുള്ളത്. ഇപ്രാവശ്യം പൂരത്തിന്റെ അന്ന്, തൃശ്ശൂപൂരത്തിന്റെ അന്ന് നെതിലക്കാവിലെ അമ്മയുടെ ചടമ്പേറ്റാനുള്ള ഭാഗ്യം കൂടി ശിവകുമാറിന് കിട്ടിയിട്ടുണ്ട്. പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം കൂടിയാണ് നമ്മുടെ ശിവനാന. എറണാകുളം അതാണ് പൂരത്തിന്റെ തുടക്കവും ഒടുക്കവും എറണാകുളം ശിവകുമാറിലൂടെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണെങ്കിലും ഓരോ ആനയ്ക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. പക്ഷേ എറണാകുളം ശിവകുമാറിനെ വേറിട്ട് നിർത്തുന്നത് ഒട്ടനേകം കാര്യങ്ങളുണ്ട്, അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ശിവനാനയുടെ ആരാധകരൊക്കെ പങ്കുവച്ചത്. കെ പി ദിനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.